ഹലോ. വിനീത നീയാ? പറയടാ. ആടാ, ഞാൻ ഇന്നലെ 1 മണിക്കെത്തി രാത്രി. കണ്ണൂരിൽ തന്നെ എത്തിയത്. ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. ഗൾഫുകാരെ ലീവല്ലേ, 1 മാസമല്ലേ ഉള്ളൂ. നീ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നോ, സാധനമൊക്കെ ഉണ്ടടാ. പിന്നെ നീ വരുമ്പോൾ സഞ്ജുവിനും കൂടി കൂട്ടിക്കോട്ടാ. ഓക്കെ, ശരിയടാ എന്നാല്. ഓക്കെ, ബൈ. ഏട്ടാ, ആകെ 1 മാസേ ഉള്ളൂ. നിങ്ങൾ ചെങ്ങായിമാരപ്പുറം ട്രിപ്പിനും പോയി കള്ളും കുടിച്ച് മുങ്ങി നടന്നാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറുവേ. പിന്നെ ഒന്ന് പോയടി. ആരാ അത്? ഇതാര്? നാരായണിച്ച. വാ നാരായണിച്ചി, കേറി വാ. വേണ്ട മോനെ, ഞാൻ ഇടുന്നോളാം. നിങ്ങളെന്നാ പിന്നെ ഇച്ചിരി അന്യനെ പോലെ. കേറി വാ. വാ നാരായണിച്ചി, കേറി ഇരുന്നാട്ടെ ഇങ്ങോട്ട് വാ. ഇതാ ഇടിരിക്ക്. എന്നിട്ട് നാരായണിച്ചി വിശേഷങ്ങള്? എത്ര നാളായി കണ്ടിട്ടല്ലേ. ഞാൻ ഇന്ന് രാത്രി എത്തിയിട്ടേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് വെച്ച് നിൽക്കുന്ന. കുറേ നാളായില്ല എല്ലാവരും കണ്ടിട്ട്. എന്തുണ്ട്, പിള്ളേർക്ക് ദിവസം തന്നെയല്ലേ? എന്ത് സുഖടാ. എനിക്കൊരു 4000 രൂപ കടം തരുക. ഇതെന്ത് ചോദ്യം നാരായണിച്ചി? നിങ്ങൾ നമ്മുടെ സ്വന്തം ആളല്ലേ. ഇങ്ങോട്ട് ഇരിക്കും, ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം. ഏട്ടാ ഒന്ന് നിന്നേ. എന്താ ഏട്ടാ, നിങ്ങൾ എന്തിനാ ഈ പെണ്ണുങ്ങൾക്ക് ഇത്തിരി പൈസ കൊടുക്കുന്നത്? അല്ലേ തന്നെ നാട്ടില് മൊത്തം കടാന്നാ കേട്ടെ. അവര് കേൾക്കും. നീ നിങ്ങൾ വന്നേ. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനൊന്നും ഒരു വിലയില്ലല്ലോ. ഇതിനുള്ള ഉത്തരം ഞാൻ വന്നിട്ട് പറഞ്ഞുതരാട്ടാ. ആദ്യം ഇത് കൊടുക്കട്ടെ. എടാ, നാരായണിച്ച് പോയിന്നാ തോന്നട്ടാ. പോയി, നന്നായി. മോശമായി പോയാൻ തോന്നും. നീ പറഞ്ഞവര് കേട്ടിട്ടുണ്ടാവും. കേട്ടാലെന്താ, ഞാനുള്ളതല്ലേ പറഞ്ഞു. നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ? ഇപ്പൊ പോയ സ്ത്രീയില്ലേ, അവരെ കുറിച്ച് നിനക്ക് എന്തറിയാം? എന്തെന്ന്? ഈ നാരായണീച്ചനെ കുറിച്ച് എന്തറിയാനാണ്? ഓറ് നിനക്കൊക്കെ വെറും നാരായണീച്ചായിരിക്കും. എനക്ക് അങ്ങനെയല്ല. എനിക്ക് സ്വന്തം അമ്മയെ പോലെയാ.